ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ എപ്പോഴും നീതി വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. അതിനകത്ത് ജാതി വരാം, രാഷ്ട്രീയം വ്യക്തി താല്പര്യം വരാം. നേതാക്കന്മാർക്ക് നീതി ലഭിക്കണമെങ്കിൽ അവർക്ക് ശക്തരായിട്ടുള്ള അണികൾ ഉണ്ടെങ്കിൽ, അതിൻ്റെതായിട്ടുള്ള പോപ്പുലാരിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പോ നമ്മൾ ബോച്ചയുടെ വിഷയത്തിൽ തന്നെ വ്യക്തമായും കണ്ടതാണ്. ഇതേപോലെ സമാനമായിട്ടുള്ള ആയിരക്കണക്കിന് കേസുകൾ പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്നില്ല എന്ന് നിങ്ങളൊന്ന് പറയാമോ? നീതി മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നത് നമ്മുടെ നാട്ടിൽ വർത്തമാനകാല ഈ കേരളത്തിന്റെ യാഥാർത്ഥ്യം അനുസരിച്ചിട്ടൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഇനിയിപ്പോ ഇരയുടെ ജാതി ഏതാണ്, മതം ഏതാണ്, വേട്ടക്കാരന്റെ മതം ഏതാണ് എന്ന് നോക്കി നീതി നിർണയിക്കപ്പെടുന്ന ഒരു വർത്തമാനകാല കേരളത്തിന്റെ ചരിത്രത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഭരണകൂടത്തിനോ അതല്ലെങ്കിൽ ഭൂരിപക്ഷ മതവിഭാഗത്തിനോ എതിരെ ആരെന്തു പറഞ്ഞാലും ശരി അവരെ ചാപ്പയടി. ഇതൊക്കെ വലിയ രൂപത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന വസ്തുതയാണ്. കാരണം ചർച്ചയിൽ വന്നിരുന്ന് മതേതരത്വം പറയുന്ന ആളുകൾക്കൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു പ്രത്യേക മതത്തിനോട് മാത്രം ചാഞ്ഞു നിന്നിട്ടുള്ള മതേതരത്വം മാത്രം മതി അവർക്ക്. പ്രധാനമന്ത്രിയെ കൊല്ലണമെന്നൊരു പൈതലിനെ കൊണ്ട് പറയിപ്പിക്കുന്ന അമ്മയെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കുന്ന മലയാളികളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ? വളർന്നാൽ നിനക്കാരാകണം, ഈ രാജ്യത്തിനു വേണ്ടി നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അക്ഷരങ്ങൾക്ക് വള്ളിയും പുള്ളിയും ഇട്ട് പഠിക്കുന്ന ഒരു പൈതലിനെ കൊണ്ടൊരു അമ്മ പറയിപ്പിക്കുകയാണ് നരേന്ദ്രമോദിയെ കൊല്ലണം. ആ ചെറിയ പ്രായത്തിലെ ആ പൈതലിലേക്ക് ഇട്ടുകൊടുക്കുന്ന വിഷം വളരെ വലുതാണ്. എന്നിട്ട് അവരെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണത്രേ, നിലനിൽപ്പിനു വേണ്ടി സമരം ചെയ്യുന്ന വിഭാഗമാണത്രേ. ആരോടാണ് അവർ സമരം ചെയ്തത്? നിലനിൽപ്പിനു വേണ്ടി. താലിബാൻ ഇവർക്ക് വിസ്മയമാണ്. അതെ, ഹമാസ് ഇവർക്ക് പോരാളികളാണ്. ആ പ്രത്യേക മതവിഭാഗത്തിനു മാത്രം എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ലഭിക്കും. രാജ്യത്തെ നിയമം പാലിക്കില്ലെന്നും അള്ളാഹുവിന്റെ നിയമം മാത്രമേ ഞങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കൂ എന്നും പ്രസംഗിച്ച ആയിഷ എന്ന വ്യക്തി, ആയിഷ റന ഇവർക്ക് പോരാളിയാണ്. മുസ്ലിം പള്ളി ഹിന്ദുക്കൾ പൊളിച്ചു കളഞ്ഞു. ഈ വ്യാജ വാർത്ത പരത്തി നൽകി കലാപത്തിന് കൂടുതൽ അഗ്നിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ പകർന്നു കൊടുക്കുന്ന മാധ്യമങ്ങളൊക്കെ ഇവർക്ക് അവർ ഈ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ പൊളിച്ചെടുക്കുന്ന, നഗ്നസത്യങ്ങൾ വാരി വിതറുന്ന, നിർഭയം യാഥാർത്ഥ്യങ്ങൾ പറയുന്ന മാധ്യമങ്ങളാണ്. വിദേശ രാഷ്ട്ര തലവൻ രാജ്യ തലസ്ഥാനത്തുള്ള ദിവസം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്ന് കലാപം സൃഷ്ടിച്ചവരെ വിമർശിച്ചാൽ കാരാഗ്രഹം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചിട്ടാണ് ബോധവാന്മാരാകേണ്ടത് നമ്മൾ. ഫസൽ ഗഫൂർ എന്ന മത തീവ്രവാദി, ഗ്ലോറിഫൈഡ് സെക്യുലറിസം, നമുക്കറിയാം ഗ്ലോറിഫൈഡ് സെക്യുലർ എന്താണെന്ന്. ശ്രീജിത്ത് എന്ന യുവാവ് വേട്ടയാടപ്പെടേണ്ട വെറുക്കപ്പെട്ടവനുമാണ് എന്ന് സാമൂഹ്യ പരിസരം സൃഷ്ടിക്കപ്പെട്ടു എന്നത് കേരളം ജിഹാദി പിടിയിലമർന്നു എന്നതിന്റെ ലക്ഷണമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ വാനോളം പൊക്കിയടിച്ച ഫസൽ ഗഫൂർ 916 മതേതരൻ. ശ്രീജിത്ത് എന്ന യുവാവ് ചിലരെ നായിന്റെ മക്കളെ എന്ന് വിളിച്ചത് രാജ്യദ്രോഹ കുറ്റമാണ്. ദില്ലിയിൽ നടക്കുന്ന കലാപത്തിൽ ദുഃഖമുള്ള ഒരു യുവാവ് രോഷം പ്രകടിപ്പിച്ചാൽ അവന്റെ മതം നോക്കി കേസെടുക്കുന്നതിലേക്ക് പ്രബുദ്ധ കേരളം അധപ്പതിച്ചിരിക്കുന്നു. അഗളിയിലെ ശ്രീജിത്തിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. ദില്ലിയിൽ കലാപം നടത്തിയ ആളുകൾക്കോ 1000 പൂച്ചെണ്ടുകൾ പൂമാലയിട്ടവർക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാനും പഠിക്കാറ്. ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ട് 13,000-ഓളം മലയാളി അക്കൗണ്ടുകൾ പിടിച്ച വിവരം നമ്മൾ അറിഞ്ഞല്ലോ. ഒരു പക്ഷേ
പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത് 13 ലക്ഷമാക്കി വളർത്തിയെടുക്കാൻ ഇന്നത്തെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധിക്കുമായിരുന്നില്ലേ? പോപ്പുലർ ഫ്രണ്ടിന്റെ മതേതരത്വം എന്താണ് എന്നും പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിൽക്കണം എന്ന് സകലമാന മുസ്ലിങ്ങളോടും ആഹ്വാനം ചെയ്ത ഫസൽ ഗഫൂറിനെ നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ. ഈ 13,000 അക്കൗണ്ടുകളെ സംബന്ധിച്ച്, കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന തീവ്രവാദത്തെ സംബന്ധിച്ച് എന്തുണ്ടാകും ഈ വർഗങ്ങൾക്ക് പറയാൻ? ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ CPM അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാണ് അവർക്ക് അധികാരത്തിൽ വരാൻ. പക്ഷെ നേതൃത്വമാണ് தமிழ்நாடுக்கே பாருங்க போல. தமிழ்நாடை பற்றி சொல்லிருக்கு நம்ம நண்பர்கள். என்ன சொல்லிருக்காரு தெரியுமா? எங்கள் தோளில் ஏற்றித்தான் DMK வந்திருக்கும். சரி, ஒரு சாதிக் பாசா பேர் தானே எனக்கு தெரியும். வேறொரு லீடர் யார் இருக்குது தமிழ்நாடு? ஒரே ஒரு யார்? சாதிக் பாசா DMK. வேற லீடர்ஸ் இல்லையே. லீடர் இருக்கணுமே. There is no leader of any caliber there. So that means, now what I am trying to tell you is that the popular front should try to build up more leaders. For that, these sort of seminars are very much required. Discussion should be there. Fraternity should be built up. പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിൽക്കണം മുഖ്യധാരാ പാർട്ടികൾ. രാഷ്ട്രീയത്തിൽ തോറ്റു തുന്നം പാടിയിരിക്കുമ്പോൾ പ്രാദേശിക പാർട്ടികൾ, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയണം. പോപ്പുലർ ഫ്രണ്ടിനെ ലീഡർമാരെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്ര നൈപുണ്യവും വേഗതയും ക്രിയേറ്റിവിറ്റിയും മറ്റൊരു പാർട്ടിക്കുമില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ നിന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇസ്ലാമിക രാഷ്ട്രം നമുക്ക് സ്വന്തമാക്കാം. ഈ 13,000 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടല്ലോ, ഹവാല പണമിടപാടുകൾ നടത്തിയ, ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള കോടികൾ സമാഹരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത ഈ അക്കൗണ്ടുകൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെതല്ലേ? പോപ്പുലർ ഫ്രണ്ടിന് വന്ന പണമല്ലേ ഈ 13,000 അക്കൗണ്ടുകളിലൂടെ മാറി മറിഞ്ഞു പോയത്? ഇനി പറയണം, ഇതുപോലെയുള്ള ആളുകൾ ചാനലുകളിൽ വന്നിരുന്ന് മതേതരത്വം വിളമ്പിക്കൊണ്ടിരിക്കുക. പോപ്പുലർ ഫ്രണ്ടിനെ 2022 നരേന്ദ്രമോദിക്ക് ബാൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കേരളത്തിൽ നമ്മുടെയൊക്കെ ഗതി പറയാനുണ്ടാകുമായിരുന്നില്ല. നന്ദി.